ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ക്ഷണിക്കാൻ ഞങ്ങൾ വരുന്നു, ഒരു സമയം തരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 2-ാം തീയതി കാണും. അതനുസരിച്ച് സെപ്റ്റംബർ മാസം 2-ാം തീയതി നേരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബസ്സിൽ ചെന്നു. അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ മുറിക്കുള്ളിൽ കയറി കിടന്നിട്ട് ഇപ്പോൾ എഴുന്നേക്കുന്നില്ല എന്ന് പറയാൻ പുറത്തുള്ള ജോലിക്കാരെ ചുമലുണ്ട്. BJP ഈ കാര്യത്തിൽ എന്തിനാണ് ബദൽ സംഘടിപ്പിക്കാൻ പോയത്? തുടക്കം മുതൽ ഈ BJP ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ അതോറിറ്റി ഒന്നും ഞങ്ങളാണ് ഭക്തന്മാരെന്നൊന്നും പറഞ്ഞിടത്തിരുന്നിടത്തുനിന്ന് ആ കിരീടം എല്ലാം പോകുന്നു എന്നുള്ള സ്ഥിതി വന്നപ്പോഴല്ലേ ബദൽ സംഘവുമായിട്ട് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ അവരുയർത്തുന്നത് ഭക്തിയല്ല, അവരുയർത്തുന്ന വർഗീയതയാണ്. മറ്റൊരു അയോധ്യ പോലെ ഇതാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലെ ആയുധം പ്രയോജനപ്പെടുത്തുന്നു. കലാപാഹ്വാനല്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം അസഹിഷ്ണുതയുടെയും അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും അന്തരീക്ഷമാക്കി മാറ്റാനുള്ള, കലാപകുലുഷിതമായ രൂപത്തിലേക്ക് മാറ്റാനുള്ള കലാപാഹ്വാനാണ് യഥാർത്ഥത്തിൽ ബദൽ സംഗമത്തിൽ മുഴങ്ങിക്കേട്ടത്. നമസ്കാരം. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് നമുക്കൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം വിജയം കൊണ്ടോ? നിശ്ചയമായി പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ളൊരു വിജയമായി ആഗോള അയ്യപ്പ സംഗമം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നേരത്തെ തന്നെ കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായും വിജയകരമായും തീർത്ഥാടന കാലഘട്ടം മണ്ഡല കാലഘട്ടവും മകരവിളക്ക് കാലഘട്ടവും മാറിയിരുന്നു. അന്ന് വന്നു പോയിട്ടുള്ള തീർത്ഥാടകരിൽ ചിലരെല്ലാം, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ വന്നവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങളിങ്ങനെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ചില അഭിപ്രായങ്ങൾ ഭാവിയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടെ എന്നൊരാശയം അവർ മുന്നോട്ട് വെച്ചു. ഇതുകൂടി പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ പ്ലാറ്റിനം ജൂബിലിയോടെ അടിച്ച് ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അത്തരമൊരു തീരുമാനമെടുത്ത് സ്വാഭാവികമായി ഗവൺമെൻറ് അതിന് എല്ലാ സഹായവും ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയിൽ. മണ്ഡലവാരങ്ങൾക്ക് കാലഘട്ടത്തിലും ഏറ്റവും ഭംഗിയായും വിജയകരമായും ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് 33ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷനാണ്. അത് ഫലപ്രദമായി ഞങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് സംസ്ഥാന സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡ്, സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ചേർന്ന് നടത്തിയ ഒരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടായിരുന്നു പരാതിരഹിത തീർത്ഥാടന കാലഘട്ടമായി കഴിഞ്ഞ വർഷത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരൊരു പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അന്ന് കണ്ട നമ്പറിൻ്റെ ഒരു വർധനമുണ്ട്. തൊട്ട് മുൻപിലത്തെ വർഷം ഏതാണ്ട് 46 ലക്ഷത്തോളാണ് വന്നിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ വർഷം 53,60,000 പേർ തീർത്ഥാടനത്തിന് ആ കാലഘട്ടത്തിൽ മാത്രമേ എത്തി. ഈ 1-ാം തീയതിയിൽ വരുന്ന വേറെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓരോ വർഷവും ശബരിമലയുടെ തീർത്ഥാടന കാലയളവിലും അല്ലാതെയുമായിട്ട് നമ്പറുകളിൽ വരുന്ന ഈ വർധനമനുസരിച്ച് പശ്ചാത്തല സൗകര്യ വികസനവും ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴാണ് നേരത്തെ തന്നെ ഹൈപ്പവർ കമ്മിറ്റിയും ബോർഡുമൊക്കെ ആലോചിച്ച് പുതിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. സംസ്ഥാന ഗവൺമെൻറ് മുമ്പിൽ ആശയം വെച്ചപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ മുൻകൈ എടുത്ത് ആദ്യം ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. രണ്ടാമത് വീണ്ടും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കിയത് വന്നപ്പോൾ ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചു. അത് സംസ്ഥാനത്ത് ക്യാബിനറ്റും അംഗീകരിച്ചു, നടപ്പിലാക്കണമെന്ന രൂപത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് ഈ ആശയം കൂടി ഭക്തരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമായി വരുന്ന ഭാവി വികസനങ്ങളെ സംബന്ധിച്ച് 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കണമെന്നാണ് അവരുടെ ശുപാർശ. അപ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്താണ്, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം എന്തുണ്ടാവും, ഭക്തർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും, അവരുടെ ക്ഷേമം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതെല്ലാം സംബന്ധിച്ച് അവരുടെ കൂടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എന്ന രൂപത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒന്നാമതായി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചു. 2, പ്രധാനമായും ഇതൊരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെ ഒരു വനാന്തരത്തിൽ
പ്രത്യേകിച്ച് പർവ്വതനിരകളുടെ ഇടയിൽ ഒരു വലിയ വനത്തിനുള്ളിൽ ഇത്തരം ഒരു ആരാധനാ കേന്ദ്രമുള്ളത് വേറെ എവിടെയും കാണുകയില്ല. ഒന്നാമത്തെ. രണ്ട്, അവിടെ തത്വമസി എന്ന ഏറ്റവും സുപ്രധാനമായ വാക്കാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ശബരിമലയുടെ കവാടത്തിൽ ശ്രീകോവിലിന് മുമ്പിൽ. തത്വമസി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ നീയാവും. അത് ഉപനിഷത്തുകളിലെ ഒരു പ്രയോഗമാണ്. അപ്പം അത്തരൊരു ആശയം ലോകത്തൊരു ആരാധനാ കേന്ദ്രത്തിലില്ല. ഇവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചോളം അവരേത് മതമാണ്, അവരേത് ജാതിയാണ്, ഇതൊന്നും ചോദിക്കാറില്ല. ഷർട്ടിട്ടോ ഷർട്ടിടാതെയോ ഒക്കെ വരാം. അങ്ങനെയുള്ളൊരു ആരാധനാ കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് എവിടെയും ഇല്ലാത്ത ഒരു വിശ്വമാനവയുടെ സന്ദേശം ശബരിമലയിൽ നിന്ന് വരുന്നു. അതാണ് അതിപ്രധാനം. അതാണ് തത്വമസി. അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് അതോടൊപ്പം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുകയും വേണം. അപ്പോൾ ഇത് കൃത്യമായി ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സർക്യൂട്ടിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരാം എന്നത് സംബന്ധിച്ച വിപുലവും വിശാലവുമായ ചർച്ച നടക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആലോചിച്ചത്. മൂന്നാമത്തെ കാര്യം, ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ നമ്പറുകൾ അത് എങ്ങനെ നമുക്ക് വരുമ്പോൾ ഒരു വലിയ രൂപത്തിലുള്ള അസംതൃപ്തി ഒന്നും ഉണ്ടാവാതെ എങ്ങനെ അത് മിനിമൈസ് ചെയ്ത് എല്ലാവർക്കും ദർശനം ഉറപ്പാക്കി പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം, ഈ രൂപത്തിലുള്ള ഒരു ചർച്ചയാണ് മൂന്നാമത്തെ സെഷനിൽ ആലോചിച്ചത്. ഇങ്ങനെ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം അർത്ഥപൂർണ്ണമാക്കാൻ പൊതുവിൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയത്. അത് പൊതുവിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ചർച്ചകളുണ്ടായി, ക്രിയാത്മക നിർദ്ദേശങ്ങളുണ്ടായി, നമ്മൾ അവതരിപ്പിച്ച രാഷ്ട്രപാതയെ പുതിയ സ്വാഗതം ചെയ്യുകയുണ്ടായി. അത് നടപ്പാക്കുമ്പോഴുള്ള ഓരോ തരത്തിലുള്ള വീക്ഷണങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ വന്നവർക്ക് കഴിഞ്ഞു. ഒട്ടേറെ ആൾ എഴുതി തന്നിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു 18 അംഗ സമിതിയെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആ സെമിനാറുകൾ അവസാനിച്ചത്. ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം 3 സെഷനുകളായി തിരിഞ്ഞിട്ടുള്ള ചർച്ചകൾ, പിന്നീട് അതെല്ലാം യോജിച്ച അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന കൺക്ലൂഷൻ, പിന്നീട് കൾച്ചറൽ പ്രോഗ്രാം. ഇങ്ങനെയായിരുന്നു അത് അറേഞ്ച് ചെയ്തത്. അതെല്ലാ നിലയിലും വന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് 28ഓളം സംഘടനകൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കത്ത് തരികയും പത്രങ്ങളിൽ വാർത്ത കൊടുക്കുകയും ഞങ്ങളെ സ്റ്റേജിൽ വന്ന് കാണുകയും ചെയ്തു. ആ സംഘടനയുടെ പേരൊക്കെ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം അത്രത്തോളം വളരെ വളരെ വിശാല വീക്ഷണത്തിലും ശബരിമലയുടെ പ്രാധാന്യം എന്താണെന്നും ഒപ്പം അത് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റേണ്ടതിൻ്റെ ഉൾക്കാഴ്ച എന്താണെന്നും ഒപ്പം ഭഗവത്ഗീതയും അതോടൊപ്പം തന്നെ ഉപനിഷത്തുകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അർത്ഥപൂർണമായ ഒരു ഉദ്ഘാടന പ്രസംഗം ഉണ്ടായി. അത് കേട്ടിരുന്ന എല്ലാവർക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി പൊതുവിൽ ശബരിമലയെക്കുറിച്ച് വീണ്ടും വിശാലമായി ചിന്തിക്കാനുള്ള അവസരം ഒരുക്കുന്ന തരത്തിലേക്ക് ആ ഉദ്ഘാടന പ്രസംഗവും മാറി. തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, അതേപോലെ തന്നെ വിവിധ തരത്തിൽ ക്ഷണിക്കപ്പെട്ട ഒട്ടനവധി അതിഥികൾ, സംഘടനകളുടെ ഭാരവാഹികൾ, ഇവരൊക്കെ തന്നെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്ത് എല്ലാം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു ചർച്ചകളും അഭിപ്രായങ്ങളും എല്ലാം ഉയർന്നു വന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമല മാറ്റി തീർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം അർത്ഥപൂർണ്ണമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംഘാടനവും ചർച്ചകളും അതിൻ്റെ ഉള്ളടക്കങ്ങളും തീരുമാനങ്ങളും എല്ലാമാണ് വന്നിട്ടുള്ളത് എന്നതാണ് പൊതുവിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. അതിൽ അനാവശ്യമായ ചില നീക്കങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തി. പക്ഷേ അതും ജനങ്ങൾ പരാജയപ്പെടുത്തി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളുടെ ഓഡിറ്റോറിയം ആദ്യം 4000 പേർക്ക് ഇരിക്കാനുള്ള പന്തൽ അത് പിന്നെ 5000 ആക്കി വികസിപ്പിക്കാൻ പറയും. ഒരു ജർമ്മൻ പന്തലാണ് തയ്യാറാക്കി. ആ പന്തലിൽ 3000 പേരെയാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ 5000ഓളം പേരുടെ രജിസ്ട്രേഷൻ വന്നു. അപ്പോൾ കുറേ ആളുകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി മുൻപ് വന്നിട്ടുള്ള തീർത്ഥാടനയെ സംഘടന പ്രതിനിധികളായി പരിമിതപ്പെടുത്തി. പക്ഷേ എന്നിരുന്നാലും പിന്നീടും വിവിധ ദേവസ്വം ബോർഡുകളിലെ ആളുകൾ ഉൾപ്പെടെ വന്നപ്പോൾ നമ്പറുകൾ പെരുകി 4126 പേർ പങ്കെടുത്തിട്ട് അതിൽ 182 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ്. 2125ഓളം ആളുകൾ ഈ കേരളത്തിന് വെളിയിലുള്ള വിവിധ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ നിന്നാണ്. ബാക്കിയുള്ളത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നാണ്. ഇങ്ങനെ 4126 പേരാണ് ആ സംഗമത്തിൽ പങ്കെടുത്തിരുന്നത്.
ഉദ്ഘാടന സെഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആളുകൾക്ക് ഇരിക്കാനിട ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ആ വിഷ്വൽ നോട്ടിൽ അറിയാം. അതേസമയത്ത് 1-2 ചാനലുകൾ, ഞാൻ പേരൊന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് 8 മണിക്കും 8:30 മണിക്കും ഒക്കെ സാധാരണ ഇത് വരില്ലല്ലോ, 10 മണിക്ക് തുടങ്ങുന്നതാണ്. ആ സമയത്ത് ഒരു വിഷ്വൽ എടുത്തിട്ട് ഇതാണ് സ്ഥിതി എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ 2 കൂട്ടർ അത്തരത്തിലൊരു ബോധപൂർവമായ നീക്കം നടത്തി. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും ആദ്യത്തെ ഘട്ടം മുതൽ കൃത്യമായി ആ വിഷ്വൽ എടുത്ത് കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ കൃത്യമായി അതിൻ്റെ ഉള്ളടക്കവും വന്നു. അപ്പോൾ ആ നിലയിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള ആ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ രണ്ടാമതൊരു കൂട്ടർ സൂചിപ്പിച്ച ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരും. അത് പോയതല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നടന്നത് പമ്പയിലാണ്. നമ്മുടെ വെളിപ്രദേശത്ത് നിന്ന്, നാട്ടും പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലേ പമ്പയിലെത്താൻ പറ്റും. അപ്പോൾ വനാന്തരത്തിൽ കൂടി യാത്ര ചെയ്ത് വരുന്ന ഒരു തീർത്ഥാടകന് വന്ന് ഓടി തുടങ്ങുകയായതുകൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി അവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും പിന്നീട് പുറത്തിറങ്ങി പലരും പോയി. 1, 2 ഭക്ഷണം കഴിക്കാതെയാണ് പലരും വന്ന് കയറിയത്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാമെന്നുണ്ടായത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും മാറുന്നതോടൊപ്പം മൂന്നാമത് ഓരോ സെഷനിലേക്ക് ഇരിക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ ആ രൂപത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾ ആ രൂപത്തിലേക്ക് മറ്റു ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഇതാണ് സംഭവം. അതിനെ മറ്റു രൂപത്തിൽ വ്യാഖ്യാനിച്ച് ആക്ഷേപം ഉന്നയിച്ചും അപകീർത്തിപ്പെടുത്താനും ചില ഒറ്റപ്പെട്ട രൂപത്തിലുള്ള കുബുദ്ധികളും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ വിഷമമുള്ളവരുമൊക്കെ അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഏശിയിട്ടില്ല. വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സംതൃപ്തരാണ്. അതോടൊപ്പം സംഘാടകർ സംതൃപ്തരാണ്, അയ്യപ്പ ഭക്തന്മാർ സംതൃപ്തരാണ്. ശബരിമലയിൽ മേൽശാന്തി, അതോടൊപ്പം മേൽശാന്തിയുടെ അച്ഛൻ ഉൾപ്പെടെ അതിൽ തന്തൈ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനവും അതോടൊപ്പം തന്നെ ഈ രംഗത്ത് എന്താണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ശബരിമലയുടെ ഭാവി വികസനവും അർത്ഥപൂർണ്ണമാകുന്നതിലേക്ക് ഒരു ചുവടുവെപ്പായിരുന്നു എന്ന കാര്യം ഇവിടെ ഏറെ സന്തോഷത്തോടെ സൂചിപ്പിക്കാം. അപ്പോൾ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അതിൽ ജനങ്ങളിലേക്ക്, എല്ലാ വിവിധ ഇടങ്ങളിലുള്ള വിവിധ ഭാഷക്കാരായ ദേശക്കാരായ ആളുകളിലേക്ക് ശബരിമലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എല്ലാം എത്തണം എന്നൊരു പ്രധാന ലക്ഷ്യവുമുണ്ട്. അതിനി എടുക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? അതിലൊന്ന്, നിങ്ങൾ 18 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ചെയർമാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺവീനറുമായിട്ടുള്ള കമ്മിറ്റി, ഞങ്ങളെ കൂടാതെ ആ കമ്മിറ്റിക്കകത്ത് വരുന്നത് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉന്നതന്മാരാണ്. ഒന്ന്, ഒരു DPR തയ്യാറാക്കാൻ പ്രാപ്തരായ ആൾ, ഒപ്പം ഏറ്റവും നല്ല ആർക്കിടെക്ചർ വീക്ഷണമുള്ള ആളുകൾ, ഒപ്പം പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ. ഇങ്ങനെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന വിദഗ്ധന്മാർ ഉൾക്കൊള്ളുന്ന ഉള്ളടക്കമാണ് ഈ 18 പേർക്ക്. അതിൽ ദേവസ്വം വകുപ്പ് സെക്രട്ടറി ഉണ്ട്, എൻവയോൺമെൻറ്റ് സെക്രട്ടറി ഉണ്ട്, ടൂറിസം സെക്രട്ടറി ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതോടൊപ്പം മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉപദേഷ്ടവുമായിരുന്ന TK നായരുണ്ട്. അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ സാറുണ്ട്. ഇങ്ങനെ കുറേ ആളുകളെ എടുക്കുമ്പോൾ ഒട്ടനവധി അനുഭവ സമ്പത്തും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുള്ള ഉള്ളടക്കവും അഭിപ്രായം പറയാനുള്ള എല്ലാ അർത്ഥത്തിലും നിലപാടും ഉള്ളവർ ഉൾപ്പെടെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അത്. ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം വെച്ച് ആദ്യം കൂടി ഇതിലേതൊക്കെ അംഗീകരിക്കണം, ഏതൊക്കെ തിരസ്കരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കി കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായവും സഹകരണം വേണം. ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കൂടെ സഹായം അഭ്യർത്ഥിച്ച് ഈ കാര്യം ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇതിൻ്റെ നടപ്പാക്കാൻ വേണ്ടിയുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ അന്ന് വന്നിട്ടുള്ള ചില ഭക്തന്മാർ തന്നെ ഈ പറയുന്ന വികസനങ്ങൾ നടപ്പാക്കാൻ ഏതെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പ് തരുമെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഏതാണ്ട് 5 or 6 പേര് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് പൂർണ്ണമായി DPRും മറ്റു കാര്യങ്ങളും ആകാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിതായി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അതിന് താല്പര്യമുള്ളവർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താൽ ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെയുള്ള രൂപത്തിൽ നടപ്പാക്കാനും കഴിയും. അതിൻ്റെ ബാക്കി വരുന്നത് ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടാകും. അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് ഒരു ദിശാബോധം പകരുന്നതും നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ശബരിമല വികസനം നടക്കാനും സഹായിക്കുന്ന രൂപത്തിലുള്ള
തീരുമാനങ്ങളായത് ഭാവിയെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളത് അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്കായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരും. ഒപ്പം ഇപ്പോൾ പുതിയ തീർത്ഥാടന കാലഘട്ടം വരാൻ പോവുകയാണ്, നവംബർ ആരംഭിക്കുന്നു. അതിൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കാലകൂട്ടി അതോടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഒപ്പം ഇത് നമ്മൾ ഭാവിയിൽ ഒന്ന് ഘട്ടങ്ങളിലായി നടക്കും, പിന്നെ എങ്ങനെയെന്നുള്ളതിലേക്കും വരും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കാര്യം എടുത്താൽ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘവുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും ആദ്യമായി പ്രധാനമായിട്ട് അവർ പറയുന്നൊരു കാര്യം, കുംഭമേളയ്ക്ക് സമാനമായ ഒരു സംഗമമാണ് അവിടെ നടന്നത്. അതിനൊപ്പം തന്നെ BJPയും CPM തമ്മിലുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഗമം അവിടെ സംഘടിപ്പിച്ചത് എന്നൊക്കെയാണ്. അതിലെന്താണ് മറുപടി പറയാനുള്ളത്? എന്തുകൊണ്ടാണ് UDF ഒരു ചോദ്യം യോജിച്ച് ഈ അയ്യപ്പ സംഘവും ബഹിഷ്കരിക്കണമെന്നൊരു പ്രമേയം പാസ്സാക്കിയില്ലല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് നേതാക്കന്മാരൊന്നും പറഞ്ഞില്ല. അപ്പോൾ പൊതുവിൽ UDFൽ തന്നെ ഇതിനോട് സഹകരിക്കണമെന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഘടകകക്ഷികളും ഉണ്ടായിരുന്നു, അവരാരും ഇത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവിൽ അവരുടെ ഇടയിൽ തന്നെ അതിനകത്ത് അഭിപ്രായ ഐക്യമില്ല. അവർക്ക് ഈ കാര്യം നടക്കണം എന്നുള്ളിടത്ത് അഭിപ്രായമുള്ള ധാരാളം പേരുണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. 2, കുംഭമേളയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഒരു ഓളം ഉണ്ടാക്കുകയാണ് ഇത്. ഇവിടെ ലക്ഷക്കണക്കിന് ആളിപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തിലെ അയ്യപ്പഭക്തന്മാരെ എല്ലാം കൂടെ വരുത്താൻ വേണ്ടി ഒരു തീരുമാനം എടുത്താൽ ഒരു ദിവസം കൊണ്ട് വല്ലതും തീരുമോ? അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ? നിങ്ങൾക്കെല്ലാം അറിയാം, അവിടെ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിലയ്ക്കലും പമ്പയിലും എല്ലാം മറ്റു ബ്ലോക്കാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനൊരു രൂപത്തിൽ അത് സംഘടിപ്പിക്കാൻ കഴിയില്ല. പമ്പയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം ശബരിമലയുടെ കവാടമാണ്. ആ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലം, പമ്പാ നദിയും ഉൾക്കൊള്ളുന്ന ആ തീരത്ത് നടക്കുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. ആ തീരത്ത് ലിമിറ്റ് ചെയ്ത ആളുകൾ വരുത്താൻ പറ്റുള്ളൂ. 1000 പേർ തീരുമാനിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരോട് സഹായിച്ചാൽ 1-2 ലക്ഷം ആളുകൾ സംഘടിപ്പിക്കണം, വല്ല വിഷമമുണ്ടോ? അപ്പോൾ കുംഭമേള നടന്ന രൂപത്തിലേക്ക് ആൾക്കൂട്ടം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ആണെങ്കിൽ ആ രൂപത്തിലേക്കല്ലേ പോകുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് 3000 പേരെന്ന് നമ്മൾ ലിമിറ്റ് ചെയ്തു. അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവരുടെ വരവ് പരിശോധിച്ചു. ആ രജിസ്ട്രേഷൻ ആരൊക്കെ എന്നുള്ളതുകൊണ്ട് അതിന് മുൻഗണനാക്രമം കൊടുത്തു. ഇവിടെ ദീർഘകാലം വന്നു പോയിട്ടുള്ളവരെ മുൻഗണന കൊടുത്തു. ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ അവർ ഈ കാര്യം മനസ്സിലാക്കാതെയും യാഥാർത്ഥ്യബോധത്തോടുകൂടിയല്ല ഈ കുംഭമേളയാണെന്ന് പരിഹസിച്ചത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രംഗത്ത് അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഇത് വിജയമായി കഴിഞ്ഞപ്പോൾ അവരിലൊരു ജാള്യതയുണ്ട്. ഇത് സഹകരിക്കേണ്ടതാണെന്ന് ആദ്യം എതിർത്തവർക്ക് പോലും പറയേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഈ പ്രശ്നത്തോടെടുത്ത ഒരു സമീപനത്തിൻ്റെ ഏറ്റവും തെറ്റായൊരു സമീപനം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ക്ഷണിക്കാൻ ഞങ്ങൾ വരുന്നു, ഒരു സമയം തരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചോദിച്ചു. പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2-ാം തീയതി കാണും. അതനുസരിച്ച് സെപ്റ്റംബർ മാസം 2-ാം തീയതി നേരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ മുറിക്കുള്ളിൽ കയറി കിടന്നിട്ട് ഇപ്പോൾ എഴുന്നേക്കുന്നില്ല എന്ന് പറയാൻ പുറത്തുള്ള ജോലിക്കാരെ ചുമലുണ്ട്. വാസ്തവത്തിൽ എന്തോ ഒരു അപമാനകരമായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. വീട്ടിൽ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപം എടുത്താൽ ഏതൊരു വ്യക്തിയാവട്ടെ തൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ അത് കുബേരനാകട്ടെ കുചേലനാകട്ടെ പണ്ഡിതനാകട്ടെ പാവരനാകട്ടെ ആരായിരുന്നു കയറി വരുമ്പോൾ അവരോട് ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപത്തിൽ നിന്ന് കയറിയിരിക്കാൻ പറയുകയും അവരോട് സമീപിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് വേണ്ടേ? അതാണൊരു സംസ്കാരം. ഇവിടെ ഞാൻ അകത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ ഞാനില്ല, അല്ലെ എനിക്ക് കാണാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താ? ഞാൻ മുൻകൂട്ടി ചോദിച്ചിട്ട് വന്നു. അപ്പോൾ അതൊരു പ്രതിപക്ഷ നേതാവ് വേണ്ട, ഒരു സാമാന്യ പൊതുപ്രവർത്തകൻ, ഒരു സാധാരണ മനുഷ്യനാണ് ചെയ്യില്ലാത്ത രൂപത്തിൽ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ എത്ര കണ്ട് അത് അങ്ങനെ ആ ചിന്തകൾ സങ്കുചിതമായി പോയി. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്നറിയോ? യുവകനായ മന്നത്ത് പത്മനാഭന. അതിലെ മെമ്പർമാരൊന്ന് പ്രഗത്ഭനായ ശങ്കരനാരായണ അയ്യർ. ഈ ഒരു 3 പേരാ. അപ്പോൾ എത്ര ഉന്നത വീക്ഷണത്തിൽ രൂപം കൊണ്ടുവന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 1251 ക്ഷേത്രങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിലാണ്. സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. അപ്പോൾ ഇങ്ങനൊരു ബോർഡിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും കൂടി ചെയ്യുമ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ച് അത് മരുന്നില്ലെങ്കിൽ എഴുന്നേറ്റെന്നോട് പറയാൻ ഇതിനോട് താല്പര്യം വരും. അതൊരു നിലപാടും ഒരു സംസ്കാരമില്ലേ? അതിന് പകരം അകത്ത് കിടന്നിട്ട് എഴുന്നേറ്റതിന് അത്രത്തോളം എത്ര കണ്ട് ചെറുതായി പോയി എന്നൊന്ന് മനസ്സിലാക്കാൻ ആ ഒരു സംഭവം ഉണ്ടാവും. അവരിൽ നിന്ന് കൂടുതലും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വഴഞ്ചൊല്ല് പറയല്ലേ, വഴഞ്ചൊല്ലിൽ നമ്മുടെ ബൈബിളിൽ പറയുമല്ലോ, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല,
ആ പ്രതിപക്ഷത്തിൽ നിന്നൊരു നല്ല പ്രതിഷ്ഠകാരിയുണ്ട്. അപ്പോൾ BJP ഈ കാര്യത്തിൽ എന്തിനാണ് ബദൽ സംഘടിപ്പിക്കാൻ പോയത്? തുടക്കം മുതൽ ഈ BJP ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ അതോറിറ്റിയൊന്നും, ഞങ്ങളാണ് ഭക്തന്മാരെന്നൊന്നും പറഞ്ഞിടത്തിരുന്നിടത്തുനിന്ന് ആ കിരീടം എല്ലാം പോകുന്നു എന്നുള്ള സ്ഥിതി വന്നപ്പോഴല്ലേ ബദൽ സംഘവുമായിട്ട് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ അവരുയർത്തുന്നത് ഭക്തിയല്ല, അവരുയർത്തുന്നത് വർഗീയതയാണ്. അതാകട്ടെ മതനിരപേക്ഷ നാടിന് ഒരിക്കലും യോജിക്കാത്ത സമീപനമാണ്. മതനിരപേക്ഷ സംസ്കാരം കേരളത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഗുണം എന്താ? കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും റിപ്പോർട്ട് ചെയ്ത്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമാണ് ഈ ഗവൺമെൻറ്റും മതനിരപേക്ഷ ഗവൺമെൻറ്. അതേസമയത്ത് മുമ്പ് UDFൻ്റെ കാലത്തായിരുന്നു ആറാട് കലാപം, 1-ാം കലാപം, 2-ാം 18 പേരെ കത്തിക്കുത്ത് മരിച്ചത്, വെട്ടിക്കൊന്നത്. അവർ നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ വെടിവെച്ചത്. തിരുവനന്തപുരത്ത് ഗവർണർ വന്നിട്ട് ഇവിടെ ഇറങ്ങാൻ കഴിയാതെ വിമാനത്താവളം കത്തിയെരിഞ്ഞ് ചാലക്കമ്പോളം എരിഞ്ഞ് ചാമ്പലായി എറണാകുളത്ത് പോയി ഇറങ്ങിയത്. അതുപോലെ പൂന്തുറയിലും വലിയ തുറയിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, ഈ കേരളത്തിൻ്റെ ഉത്തരമേഖലയിലും ദക്ഷിണ മേഖലയിലും മധ്യമേഖലയിലും ഉണ്ടായിട്ടുള്ള നിരവധി കലാപങ്ങൾ, നിലക്കൽ പ്രശ്നം ഉൾപ്പെടെ, ഇതൊന്നും ഈ കഴിഞ്ഞ 9 വർഷമായിട്ടുണ്ടായില്ല. എന്തുകൊണ്ട്? ഒരു മതനിരപേക്ഷ നിലപാടുള്ളൊരു ഗവൺമെൻറ് കേരളം. ആ മതനിരപേക്ഷയെ തകർത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ BJP ശ്രമിക്കുന്നത്. അപ്പോൾ BJP ഈ കാര്യത്തിൽ RSSന് ചേർന്നെടുത്തൊരു നിലപാട് ബദൽ സംഗമം. യഥാർത്ഥത്തിൽ ആ ബദൽ സംഗമത്തിൽ അവർ വിളിച്ച ആരെങ്കിലും വന്നോ? അവർ ഉദ്ദേശിച്ച രൂപത്തിൽ ആൾ വന്നോ? ഇതൊന്നും വരാതെ വന്നവർ ചെയ്തെന്താ? ഒരു സന്യാസി വര്യൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു വാചകം നമ്മൾ കേട്ടു, ടി വിയിലൊക്കെ വന്നു. വാവര് തീവ്രവാദിയാണ്. പറയാമോ? വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം എന്ത് ദൃഢമാണ്! അതാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നത രൂപം. വാവരും അയ്യപ്പനും തമ്മിലുള്ള ആ ബന്ധമാണ്. അത് കുട്ടികളും എന്തുകൊണ്ടാണ് എരുമേലി വന്നിട്ടാണുള്ളത് ശബരിമലയ്ക്ക് പോകുന്നത്? ഈ പ്രാധാന്യമാണ്. അപ്പോൾ ആ പ്രാധാന്യമെല്ലാം വിസ്മരിച്ചിട്ട് എങ്ങനെ ഒരു മതത്തെ തന്നെ മാറ്റി നിർത്തി ഒരു പുതിയ കലാപം സൃഷ്ടിക്കാം എന്നുള്ളതിൻ്റെ വഴിമരുന്നിടുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്തിട്ടുള്ള ഈ ബദൽ സംഗമത്തിലൂടെ RSSും BJPയും ചെയ്ത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ. അതിലൊരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, മറ്റൊരു അയോധ്യ പോലെ ഇതാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലെ ആയുധം പ്രയോജനപ്പെടുത്തുന്നു. കലാപാഹ്വാനല്ലേ? നമ്മുടെ നാട്ടിലെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം അസഹിഷ്ണുതയുടെയും അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും അന്തരീക്ഷമാക്കി മാറ്റാനുള്ള, കലാപകുലുഷിതമായ രൂപത്തിലേക്ക് മാറ്റാനുള്ള കലാപാഹ്വാനാണ് യഥാർത്ഥത്തിൽ ബദൽ സംഗമത്തിൽ മുഴങ്ങിക്കേട്ടത്. അതൊരിക്കലും നമ്മുടെ നാടിന് പോഷണമല്ല, മതനിരപേക്ഷ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്. അത് അങ്ങേറ്റം അപലനീയമാണ് എന്ന കാര്യം. മറ്റൊരു കാര്യം, മതസാമുദായിക സംഘടനകളുടെ പിന്തുണ, അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ ഇല്ല, അതും അയ്യപ്പ സംഗമത്തിൽ അവർക്ക് പറയാനുള്ളത് പറയാനും അവർ നിലപാടെടുക്കാനും തയ്യാറാകുന്ന കൂട്ടരായതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അങ്ങനെ അഭിപ്രായം. മുമ്പ് ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ നാമഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ടത് NSS ആയിരുന്നു. SNDP അവരുടെ നിലപാട് പറഞ്ഞിട്ട് ഓരോ കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംഗമം നടക്കുമ്പോൾ അവരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചു. അത് നമ്മൾ സ്വാഗതം ചെയ്തു. അവരെല്ലാം പ്രതിനിധികളെ അയച്ചു, അവരുടെ ചർച്ചകൾ വന്നു, അവരുടെ നിർദ്ദേശങ്ങൾ വന്നു. ഇതെല്ലാം ചേർത്ത് വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്ക് ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന കാഴ്ചപ്പാട് അർത്ഥപൂർണ്ണമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് 28ഓളം സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു. അവരെല്ലാം യോജിച്ചു വന്ന് ഇതിനോട് ഈ അയ്യപ്പ സംഗമത്തെ ആ രൂപത്തിൽ അവരെല്ലാം സ്വാഗതം ചെയ്തപ്പോൾ സ്വാഭാവികമായി എതിർത്തവർക്ക് വീണ്ടും വിഷമായി. ആ വിഷമത്തിൽ നിന്നാണ് ഈ അസംതൃപ്തി അസഹിഷ്ണുതയും രേഖപ്പെടുത്തി വരുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഇതെല്ലാം നോക്കിക്കാണുന്ന ജനങ്ങൾ ഇതിലേത് ശരി ഏത് തെറ്റേത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിൻ്റെ സങ്കല്പം. അത് അർത്ഥപൂർണ്ണമാക്കുന്ന തരത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ വെല്ലുവിളിക്കലല്ല വേണ്ട, ജനങ്ങളുടെ അടുത്തേക്ക് പോകലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകലുമാണ് ഭരണാധികാരികളുടെയും ഒപ്പം ബന്ധപ്പെട്ട ചുമതലക്കാരുടെയും ഒക്കെ ദൗത്യം. അതനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നത്. അതിനെ സഹായിക്കാൻ ഗവൺമെൻറ്റും. അങ്ങനെ ആത്യന്തികമായി എടുക്കുമ്പോൾ നല്ല വിജയം കണ്ടു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനം. ഇതൊന്നും അവർക്ക് പറയാനില്ലെങ്കിൽ അത് നമുക്കും ക്ഷീണം വരും, എന്തോ കുഴപ്പമുണ്ട്. ഇപ്പം നമുക്ക് നന്നായി മനസ്സിലായി നമ്മുടെ എല്ലാ ശ്രമങ്ങളും അയ്യപ്പ സംഗമം നമ്മളെന്താണോ ലക്ഷ്യം വെച്ചത് ആ വികസനം അർത്ഥപൂർണ്ണമാക്കാൻ, ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ, ഒപ്പം ഭാവിയെ സംബന്ധിച്ചുള്ള വലിയ വീക്ഷണങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചത് പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും
ഏറ്റവും വിജയകരമായിരുന്നു എന്നാണ് പറയാം. ഒരുപാട് നന്ദി മിനിസ്റ്റർ. ഓക്കെ. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഇത്രയും നേരം ചേർന്നതിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.